വീട്ടാവശ്യത്തിനുള്ള ഒരുവിധം പച്ചക്കറികളൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതെല്ലാം താറുമാറായിട്ട് കിടക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുക എന്ന് കരുതി ഇറങ്ങിയതാണ്. ഒരു കൈക്കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ കൈക്കോട്ടേക്കൊന്നും ഇപ്പോൾ വല്ലാതൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മളൊന്ന് കൈക്കോട്ടൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്തു തുടങ്ങിയാലല്ലേ ഇപ്പോൾ നമുക്ക് ഒരു കൈവഴക്കൊക്കെ ഉണ്ടായി റെഡിയാവുള്ളൂ. അപ്പോൾ കാര്യമായിട്ടൊന്നും കൈക്കോട്ട് എടുക്കാൻ പറ്റില്ല, വെറുതെ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ മഴക്കാലത്ത് നട്ടതായിരുന്നു. ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് മണ്ണ് കയറ്റാൻ ചെറിയ രീതിയിൽ കൈക്കോട്ടൊക്കെ ഒന്ന് എടുക്കണം. കൈക്കോട്ട് എടുക്കാനൊന്നും ആയിട്ടില്ല. പിന്നെ കുറച്ച് മുളകും തൈ, വഴുതനങ്ങ തൈയൊക്കെ വെക്കാണ്ട് മുകളിലൊന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടി ഇറങ്ങിയത്. അപ്പോൾ എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ അതാ പറയുന്നത്, നമുക്ക് വെറുതെ ഇരുന്ന് ശീലമില്ലാത്തവർക്ക് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ ബോറായി പോകും. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങുകയാണ്. നമ്മളെ ആരോഗ്യം തന്നെ നശിച്ചു പോയി കുറേ ദിവസം ഇരുന്നിട്ട്. വയറൊക്കെ കൂടി വളരെ ബുദ്ധിമുട്ടിലായിപ്പോയി. അപ്പോൾ രാവിലെയുള്ള നടത്തം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടിയൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്ട് റെഡിയാവും എന്ന് തന്നെയാണ് നമ്മളെ വിശ്വാസം. റെഡിയാക്കി തരട്ടെ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. പഴയ ഗ്രോ ബാഗിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി നമുക്ക് കിട്ടാവുന്ന മുളകും തൈയും വഴുതനങ്ങ തൈ അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ സ്വരൂപിക്കാവുന്നതൊക്കെ നട്ടുപിടിപ്പിക്കുകയാണ്. പിന്നെ മറ്റുള്ളതൊക്കെ തൈകളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഈ ഗ്രോ ബാഗിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണ്. നമ്മളെ കയ്യിലുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വളർന്നു വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മുളക് തൈയും കിലോ വഴുതനങ്ങൻ്റെ തൈയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ. കുറച്ച് പ്രായമേറിയതാണ്, എന്നാലും നമ്മളെ കയ്യിലിപ്പോൾ ഇതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കുകയാണ്. എന്നാലും ഇത് നല്ല രീതിയിൽ വരുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം. ഇപ്പോൾ കാണുമ്പോൾ ഇതൊക്കെ വളരുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. എന്നാൽ ഇതിൻ്റെ വളർച്ചാ രീതിയൊക്കെ നമുക്ക് ഇത് വളർന്ന് മറ്റൊരു വീഡിയോയിൽ കാണാം.